ഹലോ, ഇന്ന് നമ്മൾ നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ മാളാണ് കേട്ടോ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ ഐസ് പാലസ്, മിനി ഗോൾഫ്, സീ ലയൺസ്, പിന്നെ തീംഡ് ആയിട്ടുള്ള ഏരിയാസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആദ്യം നമ്മൾ ഐസ് പാലസ് ആണ് കണ്ടത്. അപ്പോൾ ഇവിടെ ഐസ് ജിംനാസ്റ്റിക്സിൻ്റെ ഒരു സ്കൾപ്ചറൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ നടന്നപ്പോഴത്തേക്കിനും ഈ മേലെ ഉണ്ടായിരുന്ന ഗ്ലാസ് ഡ്രോപ്സ് കണ്ണെടുക്കാൻ തോന്നാത്തത് കൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് കയറുന്നത്. ഇത് സെക്കൻഡ് ലാർജസ്റ്റ് ഇൻഡോർ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ, ഫെറാരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ഒരു ട്രിപ്പിൾ ലൂപ്പായിട്ടുള്ള റോളർ കോസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ, ഇതിനകത്ത് കയറിയില്ല. നമ്മൾ താഴെ നിന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ആ സംഭവമാണ് ഇത്. മൊത്തത്തിലൊരു വാട്ടർ പാർക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ വാട്ടർ പാർക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഇൻഡോർ വേവ് പൂൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് സിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കിനുമാണ് നമ്മൾ മറൈൻ ആനിമൽസിൻ്റെ ഷോ കാണുന്ന സ്ഥലമെത്തി. അവിടെ എത്തിയപ്പോൾ നമ്മുടെ സീ ലയൺ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. ഷോ ഒന്നുമില്ലേ, ഞാൻ ദേ ഇവിടെ റെഡി ആയിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയിരുന്ന സമയത്ത് ഇതിന് പല വ്യൂയിങ് ഡെക്സ് ഉണ്ട് കേട്ടോ, പല ലെവൽസിലുള്ള. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മനസ്സിലായി ഇതെന്തൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആനിമലാണെന്ന്. അത് വന്നൊന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നു, ഇടയ്ക്ക് ബോൾസ് എടുത്തുകൊണ്ട് വരുന്നു, ഇടയ്ക്ക് അത് വെള്ളത്തിനകത്തൂടെ കളിക്കുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഡീപ്പ് സീ അഡ്വഞ്ചർ ലേക്ക് എന്ന് പറയുന്ന ഒരു ഫുൾ ലേക്കിനെ ഒരു മാളിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. എന്തായാലും സംഭവം അടിപൊളി തന്നെ. പിന്നീട് കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കിനും നമ്മൾ ഈ സാന്റാ മരിയയുടെ ഒരു റെപ്ലിക്ക കണ്ടിട്ടുണ്ടായിരുന്നു. സാന്റാ മരിയ എന്താണെന്നല്ലേ, പണ്ട് നമ്മുടെ കൊളംബസ് ന്യൂ വേൾഡ് കണ്ടുപിടിച്ച ഷിപ്പാണ് സാന്റാ മരിയ. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് സൈസ് ആയിട്ടുള്ളൊരു റെപ്ലിക്ക ഈ മാളിനകത്തുണ്ട്. പിന്നെ കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കിനും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പല പല തീംസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫുള്ളി എൻ്റർടൈൻമെൻ്റ് ആണ്. ഇപ്പം നമ്മുടെ പുറകിലായിട്ട് കാണുന്നത് ഒരു മിനി ഗോൾഫാണ്. പിന്നെ അതല്ലാതെ ഒരുപാട് സൂപ്പർ കാർസിൻ്റെ മോഡൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലംബോർഗിനിയിൽ ലെഗോ കൊണ്ടുണ്ടാക്കിയത് ഞങ്ങൾ ഫോട്ടോ എടുത്തു. പിന്നീട് കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞില്ലേ, ബാക്ക്ഗ്രൗണ്ട് നല്ല രസമായിട്ട് വരുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ തോന്നും. അങ്ങനെ എടുത്ത ഫോട്ടോയാണിത്. പിന്നെ കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കിനും നമ്മുടെ ഈ സൂപ്പർ ഹൈബ്രിഡ് മക്ലറനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിട്ടില്ല, വീണ്ടും ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് നടന്നപ്പോഴാണ് നമ്മുടെ ബോർബോൺ അവന്യൂവിൽ എത്തുന്നത്. പല തീമിലുള്ള പല അവന്യൂസ് ഉണ്ട്, അതിലൊന്നായിരുന്നു ഇത്. കുറച്ചുകൂടെ പോയപ്പോഴത്തേക്കിനും നമ്മളൊരു ജാപ്പനീസ് അവന്യൂവിലെത്തി. അവിടെ നിന്നും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാളിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പാർക്കിംഗ് ലോട്ടുള്ള മാളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ തീരുന്നു.